നമ്മുടെ സൈന്യം, നമ്മുടെ ISRO, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുപക്ഷേ രാജ്യത്ത് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ ഇത് രണ്ടുമായിരിക്കും. ഇത് രണ്ടും ഭംഗിയായി കൊണ്ടുപോകണം. രാജ്യത്തിൻ്റെ വികസനത്തിന്, സുരക്ഷയ്ക്ക് ഭാരതീയ സൈന്യവും ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കാര്യമായി ശ്രദ്ധിക്കുന്ന മേഖലയാണ് സൈന്യത്തിൻ്റെതും സ്പേസ് റിസർച്ചിൻ്റെതും. പക്ഷേ നമ്മുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഇന്ന് ലോകത്ത് നാസയ്ക്കൊപ്പം കിടപിടിക്കാവുന്ന സ്ഥാപനമായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ പോലും നമ്മൾ നമ്മുടെ PSLVയിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും വിശ്വസിക്കാവുന്ന, ലോകത്തെ ഏത് രാജ്യത്തും വിശ്വസിക്കാവുന്ന സ്ഥാപനമായി ISRO മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളോടെ, അറിവോടെ നമ്മൾ ആ മിഷനുകളെല്ലാം പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഈ സംശയം കുറച്ചു കാലമായിട്ടുണ്ട്. നമ്മുടെ ചില പദ്ധതികൾ പരാജയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, ISROയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ കൂട്ടത്തോടെ രാജിവെക്കുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ രാജിവെക്കുകയാണ്. ഏതാണ്ട് 120ഓളം ശാസ്ത്രജ്ഞന്മാർ ISROയിൽ നിന്നും ബാംഗ്ലൂരിലുള്ള UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ URSCയിൽ നിന്നും രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരിനെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇടപെടുകയും രാജിയും VRSും അനുവദിക്കേണ്ടതില്ല എന്ന് കാണിച്ച് ISRO ഭാരവാഹികൾക്ക് ഒരു ആഭ്യന്തര മെമ്മോറാണ്ടം ഇറക്കിയിരിക്കുന്നു. ജൂലൈ 14 തീയതിയാണ്. നോക്കൂ, ISRO എന്ന് പറയുന്ന സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാനുള്ള അവകാശമുണ്ട്. വേണമെങ്കിൽ VRS എടുത്ത് പോകാം. പക്ഷേ അങ്ങനെ എടുക്കണ്ട എന്ന് കാട്ടി കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇനി ആരെങ്കിലും രാജിവെക്കണം എന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ VRS എടുക്കാൻ ആഗ്രഹിച്ച് കത്ത് കൊടുത്താൽ അത് നേരെ ബഹിരാകാശ വകുപ്പിന് കൊടുത്തിട്ട് മന്ത്രി തലത്തിൽ തീരുമാനമെടുത്തിട്ട്, സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിട്ട് അത് അംഗീകരിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം. 2 ദിവസം കഴിഞ്ഞതേ ജൂലൈ 14 വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ പക്കൽ കിട്ടിയ ഒരു കണക്കനുസരിച്ച് ISROയിൽ നിന്ന്, അതായത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൽ നിന്ന് മാത്രം 20 പേർ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. URSCയിൽ നിന്ന് 80 പേരാണ് രാജി കൊടുത്തിരിക്കുന്നത്. ഇതിൽ വളരെ സാധാരണക്കാരായ ശാസ്ത്രജ്ഞന്മാരാണെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ചില പേരുകൾ പറയാം. LVM-3 പ്രൊജക്ട് ഡയറക്ടർ വിക്ടർ ജോസഫ് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. URSCയുടെ സ്പേസ് ഡെസ്ക് പ്രൊജക്ട് ഡയറക്ടർ രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. ആദിത്യ റല്ലപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ നമ്മുടെ പേടകം എന്ന് പറയാം. ഈ പേടകത്തിൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് ഭാരതത്തിന് വലിയ അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു. അത് സാധിച്ചത് ആദിത്യ റല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീം ഏതാണ്ട് 1,00,000-ൽ പകരം സിമുലേഷനുകൾ നടത്തി 25 ടെറാബൈറ്റ് ഡാറ്റ തയ്യാറാക്കിയിട്ടാണ്. അങ്ങനെ ഈ ഡാറ്റകൾ തയ്യാറാക്കിയ ടീമിനെ നയിച്ച ആദിത്യ റല്ലപ്പള്ളി രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവജ്ഞാനമുള്ള ആളുകൾ. നമുക്ക് ഒരാൾ ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം പകരം വേറൊരാളെ എടുക്കാം എന്ന് പറയാം. പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം ISRO പോലെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്കൊക്കെ ആളെ കിട്ടും. ഇപ്പോൾ 1050 പേരുടെ ഒഴിവുകൾ ISRO ക്ഷണിച്ചിട്ടുണ്ട്. 1050 പേരെ എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഫ്രഷേഴ്സിനെ വെച്ച് ചെയ്യാത്ത ജോലിയല്ല ഇത്. കാരണം അവരുടെ അനുഭവജ്ഞാനം, അനുഭവ സമ്പത്ത്, പ്രാക്ടീസ്, എക്സ്പെർട്ടൈസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് വില. അത് പുതിയ ആളുകളെ എടുക്കുമ്പോൾ കിട്ടില്ല. നമ്മൾ പറയാറില്ലേ, ഒരു കൃഷി ശാസ്ത്രത്തിനേക്കാളും വലിയ അനുഭവ സമ്പത്ത് നാട്ടിലെ കർഷകനുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച് ഗവേഷണം ചെയ്ത് ആർജിച്ചെടുത്ത അനുഭവം ഒരു പുതിയ എൻട്രി ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥന്, ശാസ്ത്രജ്ഞൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എ ലെവലിലുള്ള ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാജി ഇനി, അല്ലെങ്കിൽ VRS ഇനി കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ട് മതി എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കണമെങ്കിൽ എത്ര ഗുരുതരമാണ് സ്ഥിതി എന്നാലോചിക്കൂ. വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് 500 പേരല്ലേ, അല്ലെങ്കിൽ 120 പേരല്ലേ രാജിക്കത്ത് കൊടുത്തിട്ടുള്ളൂ എന്ന് ചോദിക്കാം. പക്ഷേ ISROയിൽ 14,600ഓളം ജീവനക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 100, 120 പേരൊന്നും ഒരു നമ്പറേ അല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല, അനുഭവജ്ഞാനം, എക്സ്പീരിയൻസ്, വൈദഗ്ധ്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെയുള്ള ആളുകൾ
ഇപ്പോൾ സ്ഥാപനം വിട്ടു പോകുന്ന സമയം കൂടെ ആലോചിക്കണം. നമ്മൾ ഗഗൻയാൻ പദ്ധതി നമ്മൾ അതിൻ്റെ അന്തിമഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ്. നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിച്ച് നമ്മൾ ഇന്ത്യക്കാരനെ, ഇപ്പോൾ നമ്മൾ അനിൽ മേനോനൊക്കെ പോയി എന്ന് പറഞ്ഞ് നമ്മൾ കൈയടിക്കുന്നുണ്ട്. ഇന്ത്യക്കാരനൊന്നുമല്ല, ഇന്ത്യയിൽ നിന്ന് പോയിട്ട് US-ൽ താമസിക്കുന്ന ആളാണ്. ഇന്ത്യൻ പൗരത്വമൊന്നുമില്ല, ഇന്ത്യൻ വംശജനാണെന്നേ പറയാവുള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം യാനത്തിൽ നമ്മുടെ ഭാരതീയനെ അയക്കുക എന്ന പദ്ധതിയാണ് ഗഗൻയാൻ. അതുകൂടാതെ സ്പേസിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ നമ്മൾ സ്വപ്നം കാണുന്നു. ഇത്തരം പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ അതിവേഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല തലച്ചോറുള്ള ശാസ്ത്രജ്ഞർ ISRO വിട്ടു പോകുന്നത്. ഇത് സ്വാഭാവികമാണോ എന്നൊരു സംശയം ഇപ്പോൾ കേന്ദ്രത്തിന് വരുന്നുണ്ട്. കാരണം ലോകത്തെ പരമ്പരാഗത സ്പേസ് ജെയിൻസ് ആണ് അമേരിക്കയും റഷ്യയും, പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ റഷ്യ. അവരെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കുതിപ്പാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ISRO നേടിയെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, തുമ്പയിൽ നിന്നുള്ള ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടി നമ്മുടെ കലാം സാർ എല്ലാം കൂടെ ആ റോക്കറ്റ് കൊണ്ടുപോകുന്നത് ഒരു സൈക്കിളിൻ്റെ പിറകിലെ കാരിയറിൽ വെച്ച് കെട്ടിയിട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ വലിയ തോതിൽ ലോകത്തെ വൻകിട ശക്തികളോട് മത്സരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത്. ഈ വളർച്ച അത്ഭുതാവഹമായ ഒരു വളർച്ചയാണ്. ഈ വളർച്ചയിൽ അസൂയപ്പെടുന്ന, ഈ വളർച്ച ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയല്ല എന്ന് കരുതുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ വെറുതെ റോക്കറ്റ് വിടൽ മാത്രമല്ല കേട്ടോ ISROയുടെ പണി. കാരണം അതും നമ്മുടെ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ വലിയ നിർണായകമായ പങ്കാണ് ISRO വഹിച്ചത്. നമ്മുടെ സാറ്റലൈറ്റുകൾ എല്ലാം നമ്മുടെ സൈന്യത്തിന് വലിയ സംഭാവന നൽകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മിസൈലുകളൊക്കെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് നമ്മുടെ ISRO ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറിനുണ്ട്. അതുകൊണ്ട് ലോകത്തെ ആയുധ വിപണിയിൽ പോലും ഇന്ന് പ്രധാനപ്പെട്ട മത്സരാർത്ഥിയായി മാറിയിരിക്കുന്നു ഇന്ത്യ. ഈ ഘട്ടത്തിൽ ISRO കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് നിരസമുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം അട്ടിമറികൾ? ഞാൻ ഈ കൂട്ടത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ, ഏറ്റവും നല്ല തലച്ചോറുള്ള ആളുകൾ വിട്ടുപോകുന്നതിന് അട്ടിമറി എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം. അവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജിവെച്ചവർ എന്ത് ചെയ്യുന്നു? അവർ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗ്ലോബൽ ഏജൻസികളിലേക്ക് പോകുന്നു. ഏതാ ഗ്ലോബൽ ഏജൻസി? ഗ്ലോബൽ ഏജൻസി എലോൺ മസ്കിൻ്റെ സ്ഥാപനമുണ്ട്, നാസയുണ്ട്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ത്യൻ തലച്ചോറ് അങ്ങോട്ട് പോകുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ISROയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളുകള്ളികൾ മുഴുവൻ അറിയാം, ഇന്ത്യൻ പ്രൊജക്ട്സ് അറിയാം, ഇന്ത്യയുടെ രഹസ്യങ്ങൾ അറിയാം. ഇന്നലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടംകുളത്തെ ആണവ നിലയത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചോർന്നു എന്നുള്ള വിവരം വരുന്നത്. അപ്പോൾ നമ്മുടെ ISROയിൽ പണിയെടുത്തിരുന്ന, നിർണായക സംഭാവനകൾ നൽകിയിരുന്ന ശാസ്ത്രജ്ഞർ സ്ഥാപനം വിട്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആശങ്കാജനകമാണ്. ഇത് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 2025 മെയ് മാസത്തിൽ PSLV C61 പരാജയപ്പെട്ടു. അതിൽ EOS 9 എന്ന് പറഞ്ഞൊരു ഉപഗ്രഹം നമ്മൾ വിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം C62 2026 ജനുവരി മാസത്തിൽ നടത്തിയ വിക്ഷേപണം പരാജയപ്പെട്ടു. അതിൽ നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO, അന്വേഷ എന്ന് പറയുന്ന DRDOയുടെ ഒരു ചാര ഉപഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നമ്മുടെ ശ്രമം പരാജയപ്പെട്ടു. അതായത് 2 ഉപഗ്രഹങ്ങളും ഈ PSLV C61ഉം 62യിലൂടെയും നമ്മൾ ആകാശത്തെത്തിക്കാൻ തീരുമാനിച്ചിരുന്ന രണ്ടും നമ്മുടെ സൈന്യത്തിൻ്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കേണ്ടുന്ന 2 ഉപഗ്രഹങ്ങളായിരുന്നു. ഈ 2 പദ്ധതിയും 2 PSLV റോക്കറ്റുകളും പരാജയപ്പെട്ടത് അതിൻ്റെ 3rd ഫേസിൽ സമാനമായി ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇത് പ്രധാനമന്ത്രി നേരിട്ടിടപെടുകയും പ്രധാനമന്ത്രി അജിത് ഡോവലിനെ തിരുവനന്തപുരത്തേക്ക് ISROയിലേക്ക് VSSCയിലേക്ക് അയക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ചില പിഴവുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മന്ത്രി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണ് പിഴവുകൾ എന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് നമ്മളോട് പറയേണ്ട കാര്യമല്ലായിരിക്കാം. പക്ഷേ അതിനൊക്കെ ശേഷമാണോ ഒരുപക്ഷെ കൂട്ടത്തോടെയുള്ള ഈ രാജി ഉണ്ടാവുന്നത് എന്നതുകൂടി ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പാടില്ല. അപ്പോൾ 2012 മുതൽ 2024 വരെയുള്ള 12 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 700ഓളം പേർ ISRO വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ വളരെ ജൂനിയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണെന്നൊക്കെ വേണം പറയാം. പക്ഷെ അങ്ങനെയല്ല.
ഈ പോകുന്നവർക്ക് ISRO എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്നവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ളവർ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതിരോധത്തിൻ്റെ കൂടി ഭാഗമായ നമ്മുടെ ബഹിരാകാശ സ്ഥാപനത്തിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ രാജിവെക്കുന്നു, VRS എടുക്കുന്നു, എന്നിട്ടും മറ്റ് സ്ഥാപനങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വസ്തുത തന്നെയാണ്. ഇത് അതീവ ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇനി ഒരാളുടെയും രാജി VRS ISRO സ്വന്തം നിലയിൽ തീരുമാനിക്കേണ്ടതില്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ള ഉത്തരവ് ആഭ്യന്തര മെമ്മോറാണ്ടം ജൂലൈ 14 ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ആശങ്കാജനകമായ ഈ വസ്തുത നിങ്ങളോട് ആദ്യം പറയുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവ് ഇത്തരം വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ അത് ആദ്യം പങ്കുവയ്ക്കുന്നത് ഞങ്ങളായിരിക്കും എന്നതിൽ അഭിമാനമുണ്ട്. ഇന്ത്യ ലൈവ് കാണുന്ന നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.